നിങ്ങൾക്കറിയാമോ, ഓരോ കാലാവസ്ഥയിലും ഓരോ മണിക്കൂറിലും താജ്മഹലിന്റെ നിറം മാറിക്കൊണ്ടേയിരിക്കും. നൂറ്റാണ്ടുകളായി താജ്മഹൽ പ്രണയത്തിന്റെ കാലാതീതമായ പ്രതീകമായി നിലകൊള്ളുന്നു. എന്നാൽ ഈ അത്ഭുത നിർമ്മിതിക്ക് പിന്നിൽ ഒരുപാട് നിഗൂഢമായ പലതുമുണ്ട്. ചില നിഗൂഢമായ തിയറികൾ കേട്ടാൽ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കില്ല. താജ്മഹലിന്റെ ബേസ്മെന്റിൽ 22 രഹസ്യ മുറികളുണ്ട്. താജ്മഹൽ പോലെ മറ്റൊന്ന് ഇനി ഉണ്ടാവാതിരിക്കാൻ അത് ഡിസൈൻ ചെയ്ത ആളുകളുടെ കൈ ഷാജഹാൻ മുറിച്ചു മാറ്റി. മുംതാസിനോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മുംതാസിന്റെ സഹോദരിയെ ഷാജഹാൻ വിവാഹം ചെയ്തത്? താജ്മഹൽ പണ്ട് ശിവന്റെ അമ്പലമായിരുന്നു. ചിലർ പറയുന്നു താജ്മഹൽ ഷാജഹാന്റെ കുറ്റബോധം കാരണമാണ് ഉണ്ടാക്കിയതെന്ന്. ഏറ്റവും വിവാദമായ സംഭവം എന്തെന്നാൽ, ജയ്പൂർ രാജകുടുംബത്തിലെ അംഗവും BJP MP-യുമായിട്ടുള്ള ദിയ കുമാരി പറയുന്നു താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം ജയ്പൂർ രാജകുടുംബത്തിന്റെയാണെന്നും അതിന്റെ തെളിവുകൾ അവരുടെ പക്കലുണ്ടെന്നും. और शाहजहां ने इसलिए कब्जा किया और उस समय तो क्या है कि सरकार उनकी आज भी अगर कोई गवर्नमेंट एक्वायर करती है लेकिन हम उस समय ऐसा कोई लॉ नहीं था कि आप उसको अपील कर सकते थे या उसकी विरोध नहीं कर सकते थे. तो वो उन्होंने डेफिनेटली जयपुर पूर्व राज परिवार की वही थी और आज भी ये जो स्थिति है बहुत अच्छा है कि इन्होंने किसी ने आवाज उठाई और पिटीशन फाइल की है. അൺഒഫീഷ്യലി 10ഓളം ഭാര്യമാരുണ്ടായിരുന്ന ഷാജഹാന് മുംതാസിനോട് മാത്രം ഇത്രയും സ്നേഹം തോന്നാൻ കാരണം എന്താണ്? സത്യത്തിൽ എന്താണ് ശരി? നമ്മൾ കേട്ടത് സത്യങ്ങളാണോ അതോ നുണകളാണോ? താജ്മഹലിന്റെ പൂർണ്ണ ചരിത്രവും അതേ ചുറ്റിപ്പറ്റിയുള്ള തിയറികളും കള്ളക്കഥകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പലരും വീഡിയോയുടെ തുടക്കം മാത്രം കണ്ടിട്ട് അപ്പോൾ തന്നെ വിമർശിച്ചുകൊണ്ട് കമന്റ് ഇടും. ദയവായി വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് അത്ഭുത സൃഷ്ടിയായ താജ്മഹലിന്റെ നിഗൂഢമായ കാലം പറഞ്ഞ കഥകളാണ്. താജ്മഹലിന്റെ ഉത്ഭവം 1607 മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ ഉപഭൂഖണ്ഡത്തിന്റെ വിശാലമായ ഭാഗങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. മൂടൽ മഞ്ഞുള്ള ഒരു പ്രഭാതം അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിന്റെ മൂന്നാമത്തെ മകനായിരുന്ന 16 വയസ്സുകാരനായ ഷഹാബുദ്ദീൻ മുഹമ്മദ് ഖുറാം, അതായത് ഷാജഹാൻ രാജകുമാരന്റെ 15ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആഗ്ര കോട്ടയിൽ ഗംഭീരമായ ആഘോഷം നടക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. ഒരു പേർഷ്യൻ പ്രഭുവിന്റെ മകളായ 15 വയസ്സുള്ള അർജുമന്ദ് ബാനു ബീഗമായിരുന്നത്. അവളുടെ സൗമ്യമായ പെരുമാറ്റം, സൗന്ദര്യം, കഴിവ് എല്ലാത്തിലും ആ രാജകുമാരൻ മയങ്ങിപ്പോയി. ആദ്യ കാഴ്ചയിൽ തന്നെ ആ കൊച്ചു പയ്യന് അവളോട് പ്രണയം തോന്നിയെങ്കിലും ഇരുവരെയും ഉടൻ വിവാഹം കഴിക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് 1610 പേർഷ്യയുമായുള്ള ബന്ധം സ്ഥാപിക്കാനായി അദ്ദേഹം കാണ്ഡഹാരി ബീഗത്തെ ആദ്യം വിവാഹം ചെയ്യുന്നു. പിന്നീട് 1612 അർജുമന്ദ് ബാനു ബീഗത്തിനെ വിവാഹം ചെയ്യുന്നു. അദ്ദേഹം അവളെ മുംതാസ് മഹൽ എന്നാണ് വിളിച്ചത്. മുംതാസ് മഹൽ എന്ന വാക്കിന്റെ അർത്ഥം കൊട്ടാരത്തിലെ പ്രിയപ്പെട്ട അലങ്കാരം എന്നാണ്. അവർക്ക് 14 കുട്ടികളുണ്ടായി. എങ്കിലും ശൈശവാവസ്ഥയിൽ ജീവിച്ചിരുന്നത് 7 കുട്ടികൾ മാത്രമാണ്. 1628 ഖുറാം സിംഹാസനത്തിൽ കയറി ലോകത്തിന്റെ ചക്രവർത്തി എന്നർത്ഥമുള്ള ഷാജഹാൻ എന്ന രാജകീയ പദവി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ മുഗൾ സാമ്രാജ്യം അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി. ആധുനിക ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങൾ വരെയും ആ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നു. എന്നിരുന്നാലും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഈ കാലഘട്ടം വെറും 3 വർഷത്തിനുള്ളിൽ ദാരുണമായ വഴിത്തിരിവിന് സാക്ഷ്യമായി. 1631 ബുർഹാൻപൂരിലെ ഒരു സൈനിക പ്രചാരണത്തിനിടെ മുംതാസ് മഹൽ അവരുടെ 14ാമത്തെ കുഞ്ഞ് ഗൗഹർ ആര ബീഗത്തിന് ജന്മം നൽകുന്നതിനിടെ മരണപ്പെടുന്നു. അവരുടെ മരണം ഷാജഹാനെ വലിയ രീതിയിൽ തകർത്തു. വർഷങ്ങളോളം സംഗീത കച്ചേരികൾ, വിരുന്നുകൾ എന്നിവയിൽ നിന്നെല്ലാം അദ്ദേഹം വിട്ടുനിന്നു. മുംതാസിന്റെ മരണത്തെ തുടർന്നുള്ള മാസങ്ങളിൽ അദ്ദേഹത്തിന് അകാലത്തിൽ പ്രായമാവുകയും മുടി നരയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. മരിക്കുന്നതിന് മുൻപ് മുംതാസ് മഹൽ അവസാനമായി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഷാജഹാൻ അവളുടെ ഓർമ്മയ്ക്കായി അനശ്വരമാകും വിധം മനോഹരമായ ഒരു ശവകുടീരം പണിയണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അവളുടെ മരണസമയത്തെ ആഗ്രഹം നിറവേറ്റാൻ തീരുമാനിച്ച ഷാജഹാൻ ലോകത്തിലെ ഏറ്റവും മഹത്തായ ശവകുടീരം സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതി ആരംഭിച്ചു. അവരുടെ മരണത്തിന് 6 മാസങ്ങൾക്ക് ശേഷം ആഗ്രയിലെ യമുന നദിയുടെ തീരത്ത് താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഈ മഹത്തായ ദൗത്യം നിർവഹിക്കുന്നതിന് ഷാജഹാൻ തന്റെ സാമ്രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള
20,000 കരകൗശല വിദഗ്ധരെയും ശില്പികളെയും തൊഴിലാളികളെയും വിളിച്ചു വരുത്തി. സാമഗ്രികൾ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ചു. താജ്മഹലിൽ കാണുന്ന സങ്കീർണമായ കൊത്തുപണി കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയ ഇറ്റാലിയൻ കരകൗശല വിദഗ്ധരിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി തൊഴിലാളികൾ പഠിച്ചെടുത്തത്. ഈ കരകൗശല വിദഗ്ധർ യൂറോപ്യൻ പുസ്തകങ്ങളിലെ ബൊട്ടാണിക്കൽ ചിത്രീകരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യൂറോപ്യൻ ശൈലികളിൽ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഡിസൈനിങ് ചെയ്തത്. മുഗൾ കാലഘട്ടത്തെ പാരമ്പര്യങ്ങൾ ഉപയോഗിച്ച് ആ ഡിസൈൻസ് കൂടുതൽ വ്യത്യസ്തമാക്കി നിർമ്മിച്ചു. താജ്മഹലിന്റെ കൃത്യമായ ഡിസൈനർ ആരാണ് എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. അതിന്റെ ഏറ്റവും വലിയ കാരണം അക്കാലത്തെ ഇസ്ലാമിക ഭരണകാലത്ത് വാസ്തുവിദ്യ സൃഷ്ടികളുടെ ക്രെഡിറ്റ് സാധാരണയായി വാസ്തുശില്പികളെക്കാൾ അവരെ നിയോഗിച്ച ഭരണാധികാരിക്കാണ് നൽകിയിരുന്നത്. വാസ്തുശില്പികളുടെ ഒരു സംഘം നിർമ്മാണം രൂപകൽപ്പന ചെയ്ത് മേൽനോട്ടം വഹിക്കുകയും ചെയ്തതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അവരുടെ പേരുകൾ വളരെ അപൂർവമായി മാത്രമേ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. താജ്മഹലിന്റെ നിർമ്മാണത്തിൽ വടക്കേ ഇന്ത്യയിലുടനീളമുള്ള പല സ്ഥലങ്ങളിൽ നിന്നും 20,000-ഓളം ആളുകളെ റിക്രൂട്ട് ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധരെ കൊണ്ടുവന്നു. ബുഖാറയിൽ നിന്നുള്ള ശില്പികൾ, സിറിയയിൽ നിന്നും പേർഷ്യയിൽ നിന്നുമുള്ള കാലിഗ്രാഫർമാർ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കൊത്തുപണിക്കാർ, ബലൂചിസ്ഥാനിൽ നിന്നുള്ള കൽപ്പണിക്കാർ, ഗോപുരങ്ങൾ പണിയുന്നതിനും മാർബിൾ പൂക്കൾ കൊത്തിയെടുക്കുന്നതിനുമുള്ള വിദഗ്ധർ, മൊത്തത്തിൽ 37 അഗ്രഗണ്യരായിട്ടുള്ള കരകൗശല വിദഗ്ധർ ഈ ഐതിഹാസിക ഘടന സൃഷ്ടിക്കാൻ നേതൃത്വം നൽകി. അതിൽ പ്രധാനപ്പെട്ടവരുടെ പേരുകളാണ് ഈ കാണുന്നത്. താജ്മഹലിനെ ഒരു അത്ഭുത നിർമ്മിതി എന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഡൽഹിയിലെ ഹുമയൂണിന്റെ ശവകുടീരം, സിക്കന്ദറിലെ അക്ബറിന്റെ ശവകുടീരം, ജുമാ മസ്ജിദ് എന്നിവയിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഉൾപ്പെടെയുള്ള മുൻകാല മുഗൾ നിർമ്മിതികളിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് താജ്മഹലിന്റെ രൂപകൽപ്പന. എന്നിരുന്നാലും താജ്മഹലിന്റെ വലിപ്പവും ഗാംഭീര്യവും മുമ്പ് കണ്ടതിനേക്കാൾ വളരെ കൂടുതലാണ്. മൃദുവായ നദീതീരത്തെ മണ്ണിൽ താജ്മഹൽ നിർമ്മിക്കുന്നത് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തി. മുഗൾ എഞ്ചിനീയർമാർ സ്ഥിരത ഉറപ്പാക്കാൻ തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ഉണങ്ങിയ മണ്ണ് എത്തുന്നതുവരെ നിലത്ത് ആഴത്തിൽ കുഴിച്ചു. അതിന്റെ ഉള്ളിൽ അവശിഷ്ടങ്ങളും പാറകളും കൊണ്ട് നിറച്ച് ഉറച്ച അടിത്തറയുണ്ടാക്കി. ആനകളും തൊഴിലാളികളുടെ സൈന്യവും ഉപയോഗിച്ച് കൂറ്റൻ കൽത്തൂണുകൾ ഈ അടിത്തറയ്ക്ക് മുകളിൽ സ്ഥാപിച്ചു. ഇന്നും എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമായി തുടരുന്ന 40 മീറ്റർ ഉയരമുള്ള ഈ താഴികക്കുടം പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. പ്രധാന ഘടനയോട് ചേർന്നുള്ള 4 തൂണുകൾ ബോധപൂർവം ചെറുതായി പുറത്തേക്ക് ചേരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂകമ്പം ഉണ്ടായാൽ അവ പുറത്തേക്ക് വീഴുകയും പ്രധാന ഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെരിച്ചു നിർമ്മിച്ചത്. മാത്രമല്ല, ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഈ ചെരിവ് കാരണം തന്നെ കാഴ്ചക്കാർക്ക് തൂണുകൾ നേരെയാണ് നിൽക്കുന്നതെന്ന് തോന്നും. അതോടൊപ്പം ദൂരത്തു നിന്ന് അടുത്തേക്ക് വരുമ്പോൾ താജ്മഹൽ വളരുന്നത് പോലെ തോന്നിപ്പിക്കാനും ഈ ചെരിവ് കൊണ്ട് സാധ്യമാകും. താജ്മഹലിന്റെ മഹത്വം അതിന്റെ മഹത്തായ വാസ്തുവിദ്യയിൽ മാത്രമല്ല, സങ്കീർണമായ അലങ്കാരങ്ങളിലും കാണാൻ സാധിക്കും. അമൂല്യമായ കല്ലുകൾ മാർബിൾ ഭിത്തിയിൽ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. കരകൗശല വിദഗ്ധർ മാർബിളിൽ പൂക്കളുടെ പാറ്റേണുകൾ കൊത്തിയെടുത്ത് ജാസ്പർ, ഗോമേതകം, കാർണേലിയൻ തുടങ്ങിയ വ്യത്യസ്തമായ കല്ലുകൾ കൊണ്ട് നിറച്ചു. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ കൊത്തുപണികൾക്കായി ഉപയോഗിച്ചിരുന്ന പശ ശർക്കരയിൽ നിന്നുള്ള മൊളാസസ്, നാരങ്ങ നീര്, മാർബിൾ പൊടി എന്നിവയുടെ മിശ്രിതത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ പൂർണ്ണമായ കൂട്ട് രഹസ്യമായി ഇന്നും തുടരുന്നു. 24 മണിക്കൂറിൽ വ്യത്യസ്തമായി നിറങ്ങൾ മാറ്റാനുള്ള കഴിവാണ് താജ്മഹലിന്റെ ഏറ്റവും ആകർഷകമായ സവിശേഷത. പുലർച്ചെ മൃദുവായ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു. ഉച്ചതിരിഞ്ഞ് സൂര്യന്റെ കീഴിൽ അത് വെളുത്ത നിറത്തിൽ കാണാൻ സാധിക്കും. സൂര്യാസ്തമയ സമയത്ത് ഒരു സ്വർണ്ണ തിളക്കം കാണാൻ സാധിക്കും. നിലാവുള്ള സമയത്താണെങ്കിൽ ഇളം നീല നിറത്തിലും കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, പല നിറങ്ങളും ഓരോ മണിക്കൂറിലും ഓരോ കാലാവസ്ഥയിലും കാണാൻ സാധിക്കും. ഒരുപക്ഷെ അമ്പരചുംബിയായ കെട്ടിടത്തിൽ നിന്നുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആയിരിക്കാം ഈ അത്ഭുതം. നീണ്ട 22 വർഷത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ വർഷം 1654 താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഷാജഹാൻ മുംതാസ് മഹലിന് നൽകിയ വാഗ്ദാനം നിറവേറ്റി. നിത്യസ്നേഹത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു സ്മാരകം സൃഷ്ടിച്ചു. പണച്ചെലവ് അധികമായിരുന്നു എന്നതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിനുള്ളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിനും കാരണമായി. 1658 ഷാജഹാന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മക്കൾ തമ്മിൽ ഭിന്നതയുണ്ടായി. കൂടപ്പിറപ്പുകൾ തമ്മിൽ യുദ്ധം ചെയ്യുകയും അതിൽ വിജയിച്ച
മകൻ ഔറംഗസേബ് സ്വയം പുതിയ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ഷാജഹാനെ അധികാരത്തിൽ നിന്ന് മാറ്റി ആഗ്ര കോട്ടയിലെ മുസമ്മൻ ബുർജിൽ തടവിലാക്കുകയും ചെയ്തു. അവിടെ നിന്നും ഷാജഹാൻ ഒരു ചെറിയ ജനാലയിലൂടെ താജ്മഹലിലേക്ക് നോക്കാൻ കഴിഞ്ഞു എന്നതാണ് അവസാന വർഷങ്ങളിൽ ഉണ്ടായ ഒരു കൈപ്പേറിയ ആശ്വാസം. 1666 ആർത്രൈറ്റിസ്, മെലങ്കോളി തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഷാജഹാൻ നാട് നീങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മൃതദേഹം താജ്മഹലിൽ മുംതാസ് മഹലിന്റെ അരികിൽ സംസ്കരിച്ചു. അങ്ങനെ അവരുടെ പ്രണയം അനശ്വരമായി താജ്മഹലിൽ ഇന്നും തുടരുന്നു. താജ്മഹൽ ഇന്ന് സ്നേഹത്തിന്റെ പ്രതീകമായി മാത്രമല്ല, മനുഷ്യന്റെ കഴിവിന്റെയും കലയുടെയും തെളിവായി നിലകൊള്ളുന്നു. എന്നിരുന്നാലും അത് നിർമ്മിച്ചവരുടെ ത്യാഗവും അതിന്റെ നിർമ്മാണത്തിന് കാരണമായ അഗാധമായ വേർപാടും മറ്റൊരു വശത്ത് കാണാൻ സാധിക്കും. ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചക്രവർത്തി ഇത്രയും കഷ്ടപ്പെട്ടത് ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായിരിക്കും. താജ്മഹൽ കൂടാതെ ഷാജഹാൻ നിരവധി മനോഹരമായ സ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നു. അവയിൽ ഏറ്റവും പ്രശസ്തമായത് ആഗ്രയിലെ താജ്മഹലാണ്. അതുപോലെ തന്നെ ആഗ്രയിലെ പേൾ മസ്ജിദ്, കൊട്ടാരം, ഡൽഹിയിലെ വലിയ പള്ളി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ അടയാളങ്ങളാണ്. ആധുനിക കണക്കുകൾ പ്രകാരം ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രസിദ്ധമായ മയിൽ സിംഹാസനം ഇപ്പോൾ ഓൾഡ് ഡൽഹി എന്നറിയപ്പെടുന്ന ഷാജഹാനാബാദിന്റെ സ്ഥാപകനും അദ്ദേഹമായിരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കുള്ളിലെ ദിവാനിയാം, ദിവാനി ഖാസ് എന്നിവയും ഷാജഹാന്റെ മറ്റ് സൃഷ്ടികളിൽ ഉൾപ്പെടുന്നവയാണ്. മുഗൾ വാസ്തുവിദ്യ കഴിവുകളെ പ്രതിനിധീകരിക്കുന്ന താജ്മഹലിന്റെ ഉൾഭാഗം അതിന്റെ ഐതിഹാസികമായ പുറംഭാഗം പോലെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്. ഉള്ളിലെയും പുറത്തെയും ഓരോ കാര്യങ്ങളും കൃത്യ അളവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് എവറിത്തിങ് ഈസ് സിമെട്രിക്കലി പെർഫെക്റ്റ്. മുംതാസ് മഹലിന്റെയും ഷാജഹാന്റെയും ശവകുടീരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒക്ടഗണൽ ഡിസൈൻ സെൻട്രൽ ഡോം ചേംബർ അതിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ശവകുടീരങ്ങൾ അലങ്കാരം പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. യഥാർത്ഥ ശവകുടീരങ്ങൾ അതിന്റെ അടിഭാഗത്താണുള്ളത്. ആ മുറിക്ക് ചുറ്റും ഒരു മാർബിൾ ലാറ്റിസ് സ്ക്രീൻ, അതായത് ജാലി കാണാൻ സാധിക്കും. സങ്കീർണമായി കൊത്തിയെടുത്ത ജിയോമെട്രിക് ആൻഡ് ഫ്ലവർ പാറ്റേണുകൾ കൊണ്ട് നിറഞ്ഞതാണ് ആ മാർബിൾ സ്ക്രീൻ. സൂര്യപ്രകാശം അതിലൂടെ ഉള്ളിൽ കടക്കുമ്പോൾ പ്രത്യേകമായ ഒരു ആംബിയൻസ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നു. അറയുടെ ഭിത്തികളും സീലിംഗും പിയട്ര ഡ്യൂറ എന്ന പ്രത്യേക ഡിസൈൻ വർക്ക് കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ജാസ്പർ, ലാപ്പിസ് ലാസുരി പോലുള്ള വിലയേറിയ കല്ലുകൾ വെളുത്ത മാർബിളിൽ പതിച്ച് സങ്കീർണമായ പുഷ്പരൂപങ്ങൾ ഉണ്ടാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കറുത്ത മാർബിളിലുള്ള ഖുറാൻ ലിഖിതങ്ങൾ പറുദീസയുടെയും ദൈവിക സ്നേഹത്തിന്റെയും പ്രമേയങ്ങളെ ഊന്നി പറയുന്നു. ഇൻവേർട്ടഡ് ലോട്ടസ് സീലിംഗ് ഡിസൈൻ ആണ് താഴികക്കുടത്തിന്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, വായു കടക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രത്യേക ശബ്ദങ്ങൾ വലിയൊരു പ്രത്യേകതയാണ്. സൂര്യപ്രകാശം നേർത്ത പാറ്റേണുകളുള്ള ജാലകങ്ങളിലൂടെയും സ്ക്രീനുകളിലൂടെയും പ്രവേശിക്കുന്നത് വഴി അറയ്ക്കുള്ളിലെ പ്രകാശം വർദ്ധിക്കുന്നു. പ്രധാന സ്ഥലത്തിന് ചുറ്റും ചെറിയ ഒക്ടഗണൽ ഷേപ്പുള്ള മുറികൾ കാണാൻ സാധിക്കും. അവ ധാന്യപ്പുരകൾ പോലെയാണ് ഉപയോഗിച്ചിരുന്നത്. താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് നുണക്കഥകൾ പ്രചാരത്തിലുണ്ട്. അവയുടെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി ഒരിക്കലും താജ്മഹൽ പോലെ മറ്റൊന്ന് നിർമ്മിക്കാതെ ഇരിക്കാൻ നിർമ്മിച്ച ആളുകളുടെ കൈവെട്ടി എന്ന കഥ. സത്യത്തിൽ ഈ കഥയ്ക്ക് ചരിത്രപരമായ ഒരു തെളിവുകളുമില്ല. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഏക മനുഷ്യ നിർമ്മിതി ചൈനയിലെ വൻമതിലാണെന്നുള്ള നുണക്കഥ പോലെ ആളുകൾ വാമൊഴിയാൽ പ്രചരിപ്പിച്ച കഥയാണിത്. യൂറോപ്യൻ സഞ്ചാരികളാണ് ഈ കഥയ്ക്ക് പിന്നിൽ. മറ്റൊന്നാണ് താജ്മഹൽ പണ്ട് തേജോ മഹാലയ എന്ന ശിവന്റെ ക്ഷേത്രമായിരുന്നു എന്ന കഥ. ചരിത്രകാരനായ PN ഓക്ക് ആണ് മുഗൾ സാമ്രാജ്യത്തിന് മുൻപ് ഹിന്ദു രാജാക്കന്മാർ ഹിന്ദുസ്ഥാൻ ഭരിച്ചിരുന്നപ്പോൾ ശിവന്റെ ക്ഷേത്രമായിരുന്നു ആഗ്രയിൽ ആദ്യം ഉണ്ടായിരുന്നത് എന്ന് വാദിച്ചത്. ഈ വിചിത്രവാദത്തിന് കാരണമായി അദ്ദേഹം പറഞ്ഞ തെളിവുകൾ താജ്മഹലിന് മുകളിലെ താഴികക്കുടവും താജ്മഹലിന്റെ ഉള്ളിലെ ഡിസൈനുകളുമാണ്. ആർക്കിയോളജി വിദഗ്ധർക്ക് പോലും അത് ശിവന്റെ അമ്പലമായിരുന്നു എന്നതിന്റെ ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. താജ്മഹൽ നിലകൊള്ളുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ജയ്പൂർ എന്നറിയപ്പെടുന്ന പ്രദേശമായ ആംബറിലെ കച്ച്വാഹ രാജ്പുത് ഭരണാധികാരികളുടെ പിൻഗാമിയും പ്രഗത്ഭനുമായ രാജ ജയ്സിംഗിന്റേതായിരുന്നുവെന്ന് ചരിത്ര രേഖകളിൽ കൃത്യമായി കാണാൻ സാധിക്കും. താജ്മഹൽ നിർമ്മിക്കാൻ യമുന നദിക്കരയിലുള്ള ഈ മനോഹരമായ പ്രദേശമാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി അദ്ദേഹം തിരഞ്ഞെടുത്തത്. എന്നിരുന്നാലും ഈ ഭൂമി രാജ ജയ്സിംഗിന്റെ ഉടമസ്ഥതയിലായിരുന്നു. ബലപ്രയോഗത്തിലൂടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് പകരം ഷാജഹാൻ നയതന്ത്രം തിരഞ്ഞെടുത്തു. സഖ്യകക്ഷികളുമായുള്ള മുഗൾ ബന്ധത്തിന്റെ പരസ്പര ബഹുമാനവും സഹകരണവും പ്രകടമാക്കി ചക്രവർത്തിയും രാജ ജയ്സിംഗും തമ്മിൽ ഔപചാരികമായി ചർച്ച നടത്തി രാജ ജയ്സിംഗ് ഭൂമി പങ്കിടാൻ സമ്മതിച്ചു. പകരം ഷാജഹാൻ അദ്ദേഹത്തിന് ആഗ്രയിൽ മറ്റെവിടെയെങ്കിലും ഒരു വലിയ കൊട്ടാരം അനുവദിച്ചു കൊടുക്കണമെന്നായിരുന്നു കരാർ. ഈ സമാധാനപരമായ ഇടപാട് തങ്ങളുടെ കീഴുദ്യോഗസ്ഥരോട് നീതിപൂർവം പെരുമാറുകയും അത്തരം ക്രമീകരണങ്ങൾ ഇരുകൂട്ടർക്കും പ്രയോജനകരമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന മുഗൾ രാജനയത്തെയാണ് എടുത്തു കാണിച്ചത്.
ഐന അക്ബരി, പദ്ശനാമ തുടങ്ങിയ പ്രശസ്ത കൃതികൾ ഉൾപ്പെടെയുള്ള മുഗൾ കോടതിയുടെ രേഖകളിൽ ഈ കൈമാറ്റം സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖകളിൽ ഭൂമി നിയമപരമായി ഏറ്റെടുത്തതാണ്, ബലപ്രയോഗത്തിലൂടെയല്ല എന്നതിന് വ്യക്തമായി തെളിവുകൾ കാണാൻ സാധിക്കും. ചരിത്രത്തിലെ തെളിവുകൾ പ്രകാരം ഷാജഹാന്റെ 4ാമത്തെ ഭാര്യയാണ് മുംതാസ് എന്നതും, മുംതാസിനെ വിവാഹം കഴിക്കാൻ അവളുടെ ഭർത്താവിനെ കൊന്നു എന്ന് പറയുന്നതും, മുംതാസിന്റെ മരണശേഷം അവളുടെ സഹോദരിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നതും എല്ലാം തന്നെ നുണക്കഥകൾ മാത്രമാണ്. 22 രഹസ്യ റൂമുകൾ താജ്മഹലിന്റെ ബേസ്മെന്റിന്റെ ഉള്ളിലുണ്ട് എന്ന കാര്യം ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അവിടെ മുറികളുണ്ട് എന്നത് ശരിയാണ്. ചുമന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ ഭാഗം സത്യത്തിൽ രഹസ്യമുറികളല്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എപ്പോഴും വൃത്തിയാക്കുന്ന ആ ഭാഗം ചില സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നില്ല എന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ആ ഭാഗമാണ് താജ്മഹലിനെ ഇത്രയും വർഷങ്ങളായി ഒരു കേടും കൂടാതെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് ചില ഗവേഷകർ പറയുന്നത്. വീഡിയോ കണ്ടപ്പോൾ എത്ര പേർക്ക് താജ്മഹലിൽ പോയി അത് നേരിൽ കാണണമെന്ന് തോന്നി? നിങ്ങളിൽ എത്ര പേര് താജ്മഹൽ നേരിട്ട് കണ്ടിട്ടുണ്ട്? കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.